പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒന്ന് ഇടുക്കിയിലേക്ക് പോയി വരാം. മുല്ലപ്പെരിയാറിൽ അപ്ഡേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. മുല്ലപ്പെരിയാറിൽ ആശങ്കയായി ജലനിരപ്പ് ഉയരുന്നുണ്ട്. 135.65 അടിയായി ഇപ്പോൾ നിലവിലെ ജലനിരപ്പ്. സാവധാനം ഇങ്ങനെ അടിവെച്ച് ഉയരുകയാണ്. 136 അടിയിലെത്തിയാൽ ഇന്ന് സ്പിൽവേ ഷട്ടറുകൾ തുറക്കും. ജില്ലാ ഭരണകൂടം മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. രാഹുൽ സുരേഷ് ഉണ്ട് ഇടുക്കിയിൽ നിന്നും. രാഹുൽ, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. എന്താണ്, ഇപ്പോഴും മഴ പെയ്യുന്നുണ്ടോ? നേരത്തെ നിന്നപ്പോൾ ഒന്ന് മഴ മാറി നിൽക്കുകയായിരുന്നു, വീണ്ടും മഴ പെയ്യുകയാണോ? ജലനിരപ്പ് ഉയരുകയാണോ മുല്ലപ്പെരിയാറിൽ? ഡോക്ടർ അരുൺ, വീണ്ടും മഴ ശക്തമാവുകയാണ്. നമ്മൾ രാവിലെ ലൈവ് നൽകിയ സമയത്ത് മഴ അങ്ങ് മാറി നിൽക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ വീണ്ടും മഴ ശക്തമാവുന്നു. ആശങ്കയാണ് ഇപ്പോൾ ഇങ്ങോട്ട് പെയ്തിറങ്ങുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ ശക്തമായി തന്നെ മഴ ആരംഭിച്ചിട്ടുണ്ട്. കുറച്ചു മുമ്പ് നമ്മൾ ലൈവൊക്കെ കൊടുക്കുന്ന സമയത്ത് ആ മലനിരകളൊക്കെ കൃത്യമായി കാണാൻ സാധിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ മഴ മൂലം ആ മലനിരകളൊക്കെ കാഴ്ച മറച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ മുല്ലപ്പെരിയാറിൽ നിന്നും ഏതാണ്ട് ഒരു 8 കിലോമീറ്റർ താഴ്ഭാഗത്തുള്ള വള്ളക്കടവിലാണുള്ളത്. അവിടെ ഡാം തുറക്കുകയാണെങ്കിൽ വെള്ളം ഒഴുകിയെത്തുന്ന ആദ്യ ജനവാസ കേന്ദ്രം കൂടിയാണ് ഈ വള്ളക്കടവ് എന്ന് പറയുന്നത്. നിലവിലെ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് എന്ന് പറയുന്നത് 135.65 ആണ്. ഏതാണ്ട് ഓരോ മണിക്കൂറുകളിലും 0.5 അടി വെച്ച് ഉയരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പരമാവധി വെള്ളം തമിഴ്നാട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് 2100 ഖനയടി വെള്ളം തമിഴ്നാട് കൊണ്ടുപോകുന്നുണ്ട്. 3850 ഖനയടി വെള്ളമാണ് ഡാമിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഏറ്റവും ഒടുവിൽ ജില്ലാ ഭരണകൂടം പുറത്തിറക്കിയിരിക്കുന്ന വാർത്താക്കുറിപ്പിൽ പറയുന്നത്. തമിഴ്നാട് കഴിഞ്ഞ ദിവസം നൽകിയ മുന്നറിയിപ്പ് അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. അതായത് ആ മുന്നറിയിപ്പിൽ പറയുന്ന വിവരം എങ്ങനെയാണ്: 136 അടിയിലെത്തുന്ന സമയത്ത് സ്പിൽവേ ഷട്ടറുകൾ തുറന്നുകൊണ്ട് പെരിയാറിലേക്ക് വെള്ളം ഒഴുക്കുമെന്നാണ് ആ മുന്നറിയിപ്പിൽ പറയുന്നത്. അതിൻ്റെ ഭാഗമായുള്ള മുന്നൊരുക്കങ്ങൾ ജില്ലാ ഭരണകൂടം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കൃത്യമായ ഇടവേളകളിലും പെരിയാറിൻ്റെ തീരത്തുകൂടി കൃത്യമായ മൈക്ക് അനൗൺസ്മെൻറ്റുകൾ നടന്നു പോകുന്നുണ്ട്. അതായത് ആവശ്യം വന്നാൽ ആവശ്യമായ സാധനങ്ങൾ എടുത്തുകൊണ്ട് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറണം. ആവശ്യമെങ്കിൽ കൃത്യമായ സ്ഥലം, അതായത് പുനരധിവാസത്തിന് അല്ലെങ്കിൽ താൽക്കാലികമായി വേണ്ട ക്യാമ്പുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നാണ് ഈ അനൗൺസ്മെൻറ്റ് വാഹനത്തിലൂടെ പറഞ്ഞു പോകുന്നത്. 20 ക്യാമ്പുകളാണ് വിവിധ ഇടങ്ങളിലായി സജ്ജീകരിച്ചിട്ടുള്ളത്. ഏതാണ്ട് 3300-ലധികം ആളുകളെ അവിടേക്ക് മാറ്റിപ്പാർപ്പിക്കേണ്ടി വരുമെന്നാണ് നിലവിലെ മുന്നറിയിപ്പിൽ പറയുന്നത്. ഏതാണ്ട് 800ഓളം കുടുംബങ്ങളാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. മഴ മൂലം കൃത്യമായി വീടുകൾ കാണാൻ സാധിക്കില്ല. പക്ഷേ ഇതൊക്കെ വീടുകളാണ് കൃത്യമായി ഈ പുഴയോട് തീരത്ത് തന്നെ ഉള്ള വീടുകളാണ്. ഈ വീട് 2017 ഈ വീടുകളുടെയൊക്കെ മുകൾ ഭാഗത്ത് ഏതാണ്ട് പകുതിക്ക് മുകളിൽ വരെ വെള്ളം കയറിയിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ വെള്ളം തുറന്ന് വിടുകയാണെങ്കിൽ കൂടി അവിടേക്ക് കയറേണ്ട സാഹചര്യം ഇല്ല. പക്ഷേ കുറച്ചപ്പുറത്തേക്ക് പോകുമ്പോൾ ഇതിലും താഴ്ന്നിരിക്കുന്ന വീടുകളുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ആ വീടുകളിലൊക്കെ വെള്ളം കയറുന്ന സാഹചര്യത്തിലേക്കാകും ആളുകൾ മാറി താമസിക്കേണ്ടി വരിക. ഇപ്പോഴെന്തായാലും ശക്തമായ മഴ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. ഓരോ മണിക്കൂറുകളിലും കൂടുതൽ ശക്തിയായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ കാര്യം പറയുകയാണെങ്കിൽ പീരുമേട്ടിലെ മഴയ്ക്കൊരു പ്രത്യേകതയുണ്ട്. പെയ്യാൻ തുടങ്ങിയാൽ നിന്നങ്ങ് പെയ്യും. ഇന്നലെ വൈകിട്ട് 3 മണി മുതൽ 4 മണി വരെയുള്ള സമയത്ത് 74 മില്ലിമീറ്റർ മഴയാണ് കേവലം ഒറ്റ മണിക്കൂറിൽ മാത്രം പീരുമേട് ഉൾപ്പെടെ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഉൾപ്പെടെയുള്ള സ്ഥലത്ത് പെയ്തിറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് വരും മണിക്കൂറിൽ ശക്തമാവുകയാണെങ്കിൽ ഒരുപക്ഷേ ഡാം തുറക്കാൻ തന്നെയാണ് സാധ്യത. ഓക്കെ രാഹുൽ, എന്തായാലും സുരക്ഷിതമായി നിന്ന് റിപ്പോർട്ട് ചെയ്താൽ മതി. കാര്യം ഡാമൊക്കെ തുറക്കുകയാണെങ്കിൽ എപ്പോഴെങ്കിലും വെള്ളം അതുവഴി വരാമല്ലോ. അപ്പോൾ സുരക്ഷിതമായി നിന്ന് റിപ്പോർട്ട് ചെയ്യുക. തീരങ്ങളിൽ നിന്ന് മാത്രം റിപ്പോർട്ട് ചെയ്യുക.